അതിരപ്പള്ളിയിൽ വെറ്റിലപ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പല ഭാഗങ്ങളിലും കാട്ടാനകളെ തുരത്താനുള്ള ഫെൻസിംഗ് ഫലപ്രദമല്ല. മീഡിയ വൺ നടത്തിയ അന്വേഷണത്തിൽ പല സ്ഥലങ്ങളിലും ഫെൻസിംഗ് തകർന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഫെൻസിംഗിന് ഗുണനിലവാരം ഇല്ലെന്നും ക്രമക്കേടുണ്ടെന്നുമാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ 65 വയസ്സുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിരപ്പള്ളി പരിയാരം പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തിയാണ് വെറ്റിലപ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ 18 കിലോമീറ്ററോളം ഫെൻസിംഗ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ 14 കിലോമീറ്റർ ഫെൻസിംഗ് സ്ഥാപിച്ചു. ഇത് ശാസ്ത്രീയമല്ലെന്നും ഫലപ്രദമല്ലെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. മീഡിയ വൺ നടത്തിയ പരിശോധനയിലും ഫെൻസിംഗ് പ്രതീക്ഷിച്ചത്ര ഫലപ്രദമല്ലെന്ന് വ്യക്തമായി. പല സ്ഥലങ്ങളിലും ഫെൻസിംഗ് പൊട്ടിയ നിലയിലാണ്. ഫെൻസിംഗ് സംബന്ധമായ സ്ട്രോങ് ഇല്ലാത്തതിന്റെ ഫലമാണ് ഈ സാധനം ആന ഈ പുഴ കടന്ന് ജനവാസങ്ങളിൽ എത്തണം. കുറവ് അച്ഛന്മാരും ഉണ്ട്. ഒരു കാര്യം നടക്കണില്ല. പലയിടത്തും ഇപ്പൊ മുട്ടി കിടക്കണ ഇതുണ്ട്, പൊട്ടി കിടക്കണ ഇതും കിടക്കുന്നുണ്ട്. മരച്ചില്ലകൾ വേലികളിൽ തട്ടുന്നത് മൂലം വേലികളുടെ പ്രഹരശേഷി കുറയുന്നു. ഈ പ്രദേശത്ത് നേരത്തെ സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗ് ആണിത്. ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചു. ഇവിടെ സ്ഥാപിക്കുന്ന ഫെൻസിങ്ങുകളുടെ ഗുണനിലവാരം ശരിയല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിൽ ക്രമക്കേടുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. എനിക്ക് പോലും എളുപ്പത്തിൽ ഉയർത്താൻ കഴിയുന്ന ഈ ഫെൻസിംഗ് ആനയ്ക്ക് വളരെ നിസ്സാരമാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. 14 കോടിയോളം രൂപ ചെലവിട്ടാണ് വിരിപ്പാറ മുതൽ കണ്ണങ്കുഴിത്തോട് വരെയുള്ള പ്രദേശങ്ങളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത പദ്ധതിയുടെ ഉദ്ദേശശുദ്ധി തന്നെ ഇല്ലാതാക്കിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ ആനയുടെ ശല്യം തുടങ്ങിയിട്ട് കാലങ്ങളായി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ഈ അതിരപ്പള്ളി നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വളരെ കർശനമായ നടപടികൾ സ്വീകരിച്ചേ തന്നെ പറ്റുന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും അഭിപ്രായം. തിങ്കളാഴ്ച വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം അതിരപ്പള്ളിയിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ.